നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രചരണ പരിപാടികൾ വളരെയധികം സജീവമായി നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും INDA എന്ന മുന്നണിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുഖങ്ങളിലൊന്നായ രാഹുൽ ഗാന്ധി BJPയുടെ ചിഹ്നമായ താമര ചിഹ്നം ആലേഖനം ചെയ്ത് ഒരു ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന ചിത്രം അത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വളരെയധികം വൈറലായി മാറുന്നുണ്ട്. എന്തായാലും ഈ ഒരു ലോഗോ ഉള്ള ടീഷർട്ട് ധരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുന്ന ചിത്രം എല്ലാ സൈബർ ഇടങ്ങളിലും കാര്യമായി തന്നെ പ്രചരിക്കുന്നുമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ചിത്രത്തിന് പിന്നിലെ സത്യാവസ്ഥ എന്ത് എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളും സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചരണവും തമ്മിൽ കാര്യമായ ബന്ധമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് മരിച്ചുപോയവർ എങ്ങനെയാണോ വന്ന് വോട്ട് ചെയ്യുന്നത് അത് കണക്ക് തന്നെയാണ് മിക്ക ചിത്രങ്ങളും അല്ലെങ്കിൽ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഇത് മാധ്യമങ്ങളിൽ അത്ര അധികമായി കാണാറില്ല എങ്കിൽ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം സജീവമാണ്. ഇപ്പോൾ ഈ ഒരു ചിത്രം, അതായത് രാഹുൽ ഗാന്ധി BJPയുടെ ചിഹ്നമായ താമരയുടെ ചിത്രം ആലേഖനം ചെയ്ത് അങ്ങനെ ഒരു ലോഗോ പതിപ്പിച്ച ടീഷർട്ടുമായി നിൽക്കുന്ന ചിത്രം വ്യാജമാണ് എന്ന് തന്നെയാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടേതായി പ്രചരിക്കുന്ന ഈ ചിത്രത്തിന്റെ യഥാർത്ഥ രൂപം അത് റിവേഴ്സ് ഇമേജ് സെർച്ചിലൂടെ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ ഒരു ചിത്രം വ്യാജമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നത്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സുകളുടെ സഹായത്തോടെ രാഹുലിന്റെ ഫോട്ടോയിൽ BJPയുടെ ചിഹ്നം എഡിറ്റ് ചെയ്ത് ചേർത്തുകൊണ്ടാണ് പ്രചരണം സജീവമായിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ ചിത്രം റിവേഴ്സ് ഇമേജ് സെർച്ചിലൂടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റ് കാണാൻ സാധിച്ചത്. നമുക്കറിയാം, ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതോടുകൂടി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇവർ ഇവിടെ പങ്കെടുത്തു, അത് BJPയോ കോൺഗ്രസോ ഏത് പാർട്ടിയോ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വളരെയധികം പടരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ചിത്രങ്ങളും വാർത്തകളും നമ്മളിലേക്ക് എത്തും മുൻപ് ഇതിൻ്റെ സത്യാവസ്ഥ എന്തായിരുന്നു എന്ന ഒരു ഫാക്ട് ചെക്ക് നടത്തേണ്ടത് ഇത് വായിക്കുന്ന ആളുകളുടെ മാത്രം ഉത്തരവാദിത്തമായി ഈ സൈബർ ഇടങ്ങൾക്ക് സ്വാധീനമുള്ള കാലത്ത് ചുരുങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ ഇലക്ഷൻ യുദ്ധത്തിന് പിന്നിലെ ഒരു സത്യം കൂടി പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള വ്യാജ ചിത്രങ്ങൾ, വ്യാജ വാർത്തകളൊക്കെ ഷെയർ ചെയ്യുന്നതിന് മുൻപ് അത് കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം.